കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും മാതൃത്വത്തിൻ്റെ മഹനീയതയെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിക്കൊണ്ട് ഐങ്കുമ്പ് അംബികാ വിദ്യാഭവനിൽ മാതൃപൂജയും തിരുവാതിരക്കളിയും നടന്നു. മാതൃദേവോ ഭവ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് അമ്മമാരുടെ കാൽ കഴുകി ചന്ദനവും കുങ്കുമവും ചേർത്തി പൂക്കളർപ്പിച്ച് മന്ത്രം ജപിച്ച് മാതൃപൂജ നടത്തുമ്പോൾ അമ്മമാരുടെ നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ ജീവിതത്തോട് കുരുന്നു മനസ്സുകളിൽ സ്നേഹവും വിനയവും ആദരവും വളർത്തുന്ന സവിശേഷതയാർന്ന ചടങ്ങാണ് മാതൃപൂജ. അംബികാ വിദ്യാഭവനിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സപ്തശക്തി സംഗമത്തിൽ മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ അഞ്ജലി മുഖ്യപ്രഭാഷണം നടത്തി. കടനാട് പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹ ജോസ്, ജ്യോതിലക്ഷ്മി, വൈസ് പ്രിൻസിപ്പൽ പ്രമീള രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന തിരുവാതിരകളി അവതരണം നടന്നു. മാതൃസമിതി അംഗങ്ങളും വിദ്യാർത്ഥികളും തിരുവാതിരകളിയിൽ പങ്കുചേർന്നു. തിരുവാതിര പുഴുക്ക് വിതരണവും നടന്നു. തുടർന്ന് നടന്ന മാതൃപൂജ സിനിമാ താരം BR അഞ്ജിത ഉദ്ഘാടനം ചെയ്തു. സ്വബോധ് ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ആചാര്യസ്ഥാനം വഹിച്ചു. ഉദരത്തിൽ 10 മാസവും കൊണ്ടു നടന്ന് ഞങ്ങളെ പ്രസവിച്ചു, എന്നിട്ട് ഞങ്ങളെ പോറ്റി വളർത്തി ഇത്രയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ അമ്മ മനസ്സ് തുറന്ന് നമ്മെ അനുഗ്രഹിച്ചാൽ അത് വലിയ മൂലധനമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ, അഭിവൃദ്ധിയുടെ പാതയിൽ നിങ്ങൾക്ക് പുരോഗമിക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വന്തം ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ നിമിഷമായിരിക്കും. പിന്നീട് ആ പൊന്നു അമ്മയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഗർഭപാത്രത്തിലെ ചെറുചലനങ്ങളായി അമ്മ അറിയുന്നു. ഏറെ വേദന സഹിച്ചും പ്രയാസങ്ങൾ അനുഭവിച്ചും പ്രസവിച്ചു കഴിഞ്ഞ ശേഷം കുഞ്ഞിൻ്റെ മുഖം ആദ്യമായി കണ്ട വേളയുടെ എല്ലാ നിർവൃതിയും സന്തോഷവും ഈ സമയത്ത് ആവാഹിച്ചെടുക്കാം. ഡോക്ടർ അനുശ്രീയുടെ ഗാനാലാപനവും ആത്മസ്പർശിയായി. മാതൃപൂജയിൽ അംബികാ വിദ്യാഭവനിലെ PTA അംഗമായ ഡോക്ടർ ഇന്ദുവിൻ്റെ 4 മക്കളും ഒരുമിച്ച് അമ്മയിൽ നിന്നും അനുഗ്രഹം വാങ്ങിയത് ഹൃദയസ്പർശിയായി. ജീവിതപാതയ്ക്ക് പുതിയ ദിശാബോധം പകരുന്ന മാതൃപൂജ പങ്കെടുത്തവരുടെ മനസ്സുകളിൽ അവിസ്മരണീയമായ ഓർമ്മയായി മാറുകയായിരുന്നു.